സിറോ മലബാർ സഭയിൽ ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ശംഷാബാദ് രൂപതകളെ അതിരൂപതകളായി ഉയർത്തിക്കൊണ്ടും മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ എന്നിവരെ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടും ബൽത്തങ്ങാടി രൂപതാ മെത്രാനായി ക്ലരീഷ്യൻ സന്യാസ സമൂഹാംഗമായ ജെയിംസ് പട്ടേലിൽ അച്ഛനെയും അദിലാബാദ് രൂപതാധ്യക്ഷനായി CMI സന്യാസ സമൂഹാംഗമായ ജോസഫ് തച്ചാമ്പറമ്പത്തച്ഛനെയും നിയമിച്ചുകൊണ്ടും കേരളത്തിന് പുറത്തുള്ള 12 രൂപതകളുടെ അതിർത്തി പുനർനിർണയിച്ചുകൊണ്ടും സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ കൽപ്പന പുറപ്പെടുവിച്ചു. സിറോ മലബാർ സഭാ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 18-ാം തീയതി ആരംഭിച്ച 33ാമത് മെത്രാൻ സിനഡിന്റെ 2ാമത്തെ സമ്മേളനമാണ് പുതിയ അതിരൂപതകളെയും ആർച്ച് ബിഷപ്പുമാരെയും പുതിയ രൂപതാ മെത്രാന്മാരെയും രൂപതകളുടെ അതിർത്തി പുനർനിർണയത്തെയും സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തത്. സിനഡ് തീരുമാനങ്ങൾക്ക് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതോടെ മേജർ ആർച്ച് ബിഷപ്പ് ഇത് സംബന്ധിച്ച കൽപ്പനകൾ പുറപ്പെടുവിച്ചു. 2025 ഓഗസ്റ്റ് 28-ന് സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് വത്തിക്കാനിലും നടന്നു. ഫരീദാബാദ് കേന്ദ്രമായുള്ള പ്രൊവിൻസിൽ ബിജ്നോർ, ഗോരഖ്പൂർ രൂപതകൾ സമാന്തര രൂപതകളായിരിക്കും. ഫരീദാബാദ് രൂപതാധ്യക്ഷനായ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവാണ് മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നത്. ഉജ്ജയിൻ അതിരൂപതയുടെ സമാന്തര രൂപതകളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാഗർ, സാറ്റ്ന, ജഗദൽപൂർ രൂപതകളാണ്. ഉജ്ജയിൻ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവാണ് പുതിയ മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പ്. കല്യാൺ കേന്ദ്രമാക്കിയുള്ള പ്രൊവിൻസിൽ ഛാന്ത, രാജ്കോട്ട് രൂപതകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കല്യാൺ രൂപതാ മെത്രാനായ മാർ തോമസ് ഇലവനാൽ 75 വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജി സമർപ്പിച്ചതിനാൽ നിലവിൽ സിറോ മലബാർ സഭയുടെ കൂരിയ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് കല്യാൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. ശംഷാബാദ് അതിരൂപതയുടെ സാമന്ത രൂപത അദിലാബാദ് രൂപതയാണ്. ശംഷാബാദിലെ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടനാണ് പ്രൊവിൻസിന്റെ മെത്രാപോലിത്ത. തമിഴ്നാട്ടിലെ ഹൊസൂർ രൂപത തൃശൂർ അതിരൂപതയുടെ സാമന്ത രൂപതയാക്കിയും മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പന നൽകിയിട്ടുണ്ട്. ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന്റെ ജർമ്മനിയിലെ ഊർസ്ബൂർഗ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ പ്രൊക്യൂറേറ്ററായി സേവനം ചെയ്യുന്ന ജെയിംസ് പട്ടേരി അച്ഛനെയാണ് ബൽത്തങ്ങാടി രൂപതയുടെ മെത്രാനായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിയമിച്ചത്. ബൽത്തങ്ങാടി രൂപതാധ്യക്ഷനായിരുന്ന മാർ ലോറൻസ് മുക്കുഴി പിതാവ് ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ജെയിംസ് പട്ടേലിൽ അച്ഛൻ നിയമിതനായിരിക്കുന്നത്. ഛാന്ത CMI മാർത്തോമ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്ന ജോസഫ് തച്ചാമ്പറമ്പത്തച്ഛനെ അദിലാബാദ് രൂപതയുടെ മെത്രാനായാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിയമിച്ചത്. അദിലാബാദ് രൂപതാധ്യക്ഷനായിരുന്ന മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ജോസഫ് തച്ചാമ്പറമ്പത്തച്ഛൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 2017 ഒക്ടോബർ 9-ന് സ്ഥാപിക്കപ്പെട്ട ശംഷാബാദ് രൂപതയുടെ സ്ഥാപനത്തോടെയാണ് സിറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനിലും അജപാലനവകാശം ലഭിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന രൂപതകളിൽ ഉൾപ്പെടാത്ത എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ രൂപത സ്ഥാപിച്ചത്. 23 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2 ദ്വീപുകളിലുമായി വ്യാപിച്ചു കിടന്ന രൂപതയുടെ പ്രദേശങ്ങളിൽ ഫലപ്രദമായ അജപാലന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിവിധ സിനഡ് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശംഷാബാദ് രൂപതയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് 11 രൂപതകളുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനുള്ള സിനഡ് തീരുമാനത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് അദിലാബാദ്, ബിജ്നോർ, ഛാന്ത, ഗോരഖ്പൂർ, കല്യാൺ, ജഗദൽപൂർ, രാജ്കോട്ട്, സാഗർ, സാറ്റ്ന, ശംഷാബാദ്, ഉജ്ജയിൻ എന്നീ രൂപതകളുടെ അതിർത്തി തൻ്റെ കൽപ്പന വഴി മേജർ ആർച്ച് ബിഷപ്പ് പുനർനിർണയിച്ചത്.